സലാത്തുള്ള സലാമുള്ള അല താഹ റസൂലില്ലാഹ് സലാത്തുള്ള സലാമുള്ള അല യാസീൻ ഹബീബില്ലാഹ് توسلنا ببسم الله ومن هادي رسول الله وكل مجاهد لله بأهل بدر الله صلاة الله سلام الله على طه رسول الله صلاة الله. പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ്, യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ബാബു MP, സ്വാഗതം ആശംസിച്ച ശ്രീ രഞ്ജിത്ത് ബാലൻ, സെക്രട്ടറി, പ്രസ് ക്ലബ്, ഇന്നത്തെ ഈ ഇഫ്താർ സംഗമത്തില് ആശംസ പറയുവാനായി ഇവിടെ സ്ത്രീകളായിട്ടുള്ള സ്വാമി സദ്ഭവാനന്ദ, ശ്രീ TV ചന്ദ്രമോഹൻ, പ്രിയപ്പെട്ട പ്രസ് ക്ലബ് കുടുംബാംഗങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, റംദാൻ ഒരു പുണ്യങ്ങളുടെ വസന്തകാലമാണെന്നാണ് നമ്മളൊക്കെ കരുതിപ്പോരുന്നത്. അതങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികള് വളരെ ആദരവോടെ ഭക്തിയോടെ കാത്തിരുന്ന് അനുഷ്ഠിക്കുന്ന ഒരു മാസമാണ് റംദാൻ. അത് കാരുണ്യത്തിന്റെയും പാപമോചനത്തിന്റെയും നരകമുക്തിയുടെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ദുബായിലേക്ക് ഈ സമയത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് ഇഫ്താർ പാർട്ടികളില് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളിയാഴ്ചയുള്ള അവരുടെ പ്രാർത്ഥനയില് പലപ്പോഴും ഞാൻ റോട്ടിലൂടെ നടക്കുമ്പോൾ റോട്ടിലൊക്കെ നിറഞ്ഞ ആളുകളാണ്. അവിടെ തുണി വിരിച്ചിട്ടും ഒക്കെ വിശ്വാസികൾ അതിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ നമ്മളെ സ്പർശിക്കും അവരുടെ ആഴമായ വിശ്വാസം. അതുപോലെ തന്നെ അവർ വളരെ കൃത്യമായി തങ്ങളുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന മഹത്തായ ഒരു മാസം തന്നെയാണ് റംദാൻ എന്ന് പറയുന്നത്. മാനവരാശിക്ക് വഴികാട്ടിയായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണിതെന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അറിവുകൾ നേടുന്നതിനും സത്യസന്ധമായ ജീവിതം നയിക്കുന്നതിനും ഈ റംദാൻ മാസം വിശ്വാസികളെ പ്രത്യേകമായിട്ട് പ്രേരിപ്പിക്കുകയാണ്, അവർക്ക് അവസരം നൽകുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, നോമ്പ് തന്നെയാണ്. വ്രതം. എന്തിനാണ് വ്രതം അല്ലെങ്കിൽ ഉപവാസ്? സംസ്കൃത വാക്ക് അല്ലെങ്കിൽ ഹിന്ദി വാക്ക് ഉപവാസ്. എന്ന് പറഞ്ഞാല് അടുത്ത്, വാസ് വസിക്കുക. അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ അടുത്ത്, ഈശ്വരന്റെ അടുത്ത്, ദൈവത്തിന്റെ അടുത്ത് വസിക്കുന്ന ഒരു അവസ്ഥയാണ് ഉപവാസം എന്ന് പറയുന്നത്. എനിക്ക് പലപ്പോഴും ഈ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അനുഷ്ഠിക്കുന്ന ആ നോമ്പ് വളരെ തീവ്രതയുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളും പലരൊക്കെ അത് അനുഷ്ഠിക്കുന്ന നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം. വെള്ളം പോലും കുടിക്കാൻ പാടില്ല. വാസ്തവത്തില് ക്രിസ്ത്യാനികള് 50 നോയമ്പ് നടത്തുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതുപോലെയല്ല ഇത്. വളരെ തീവ്രമായിട്ടുള്ള ഒരു നോമ്പ് ആചരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുവഴിയായിട്ട് ഒരുപാട് ഗുണങ്ങൾ
അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണ്, കാത്, നാവ് എന്നിവയെ തിന്മകൾ നകറ്റി നിർത്തുന്ന ഒരു പരിശീലനമാണ് ക്ഷമ, സഹനം. പിന്നെ പാവപ്പെട്ടവന്റെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകളുടെ പട്ടിണി അനുഭവിക്കുന്നവരുടെ വേദന കൂടി മനസ്സിലാക്കാനുള്ള വലിയൊരു സമയമാണ് ഈ റംദാൻ കാലഘട്ടം അല്ലെങ്കിൽ നോമ്പ് ആചരണം എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തില് ഒരുപാട്, ഞാൻ പലപ്പോഴും ദുബായിലൊക്കെ സഞ്ചരിച്ച സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് കാണാം. അവിടെ അങ്ങനെ ആളുകൾ വരിയായിട്ട് നിൽക്കുകയാണ്. ദോഹയിലൊക്കെ ആളുകൾ ഇങ്ങനെ ഭക്ഷണം മേടിക്കാനായിട്ട് ഇങ്ങനെ വലിയ ക്യൂ ആണ് നിൽക്കുന്നത്. അപ്പൊ അത് വലിയൊരു കാഴ്ചപ്പാടാണ്. ഉള്ളവര് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ സഹജീവികളോടുള്ളൊരു സ്നേഹം, കരുണ കാണിക്കാനുള്ള ഒരു മാസം കൂടിയാണ് ഈ റംദാൻ മാസം അല്ലെങ്കിൽ ഈ നോമ്പ് ആചരണം എന്ന് മനസ്സിലാക്കുകയാണ്. വാസ്തവത്തില് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തില് ആരും ശത്രുക്കളല്ല, നമ്മളെല്ലാവരും മിത്രങ്ങളാണ്. ഒരുപക്ഷെ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഇവിടെ സ്വാമിജി ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു മുസ്ലിം സഹോദരനാണ്. എല്ലാവരും അവരുടെ ഐഡന്റിറ്റി, ആ വ്യക്തിത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന് ഉപരിയായിട്ടുള്ള ഒരു സഹോദര സ്നേഹം, ഒരു മാനവികത, ഒരു മനുഷ്യ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുക. പലപ്പോഴും ഞാനിത് എന്റെ പല പ്രവർത്തനങ്ങളും പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കച്ചേരി ചെയ്യുന്ന ഒരാളാണ്, കർണാട്ടിക് മ്യൂസിക് പഠിച്ചു. അപ്പൊ എവിടെ കച്ചേരി ചെയ്യുകയാണെങ്കിലും എന്റെ കച്ചേരിയിൽ വയലിൻ വായിക്കുന്ന തുളസിസായിരിക്കും, അല്ലെങ്കിൽ മൃദംഗം വായിക്കുന്ന സനോജ് നമ്പൂതിരി, പിന്നെ ഒരു അംബീഷൻ. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഞങ്ങള് 3 കൂട്ടർ, 3 തരത്തിലുള്ള വിശ്വാസികൾ സംഗീതം എന്ന് പറയുന്ന മഹത്തായ കീഴില് അല്ലെങ്കിൽ കലയിൽ ഒന്നിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇവിടെ നിന്ന് പ്രസ് ക്ലബ്ബ് നടത്തുന്ന ഈ സംഗമത്തിന്റെ ഉദ്ദേശം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ സഹോദരി സഹോദരന്മാർ. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമ്മള് എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നുള്ള ആ വലിയൊരു ചിന്ത, പ്രത്യേകിച്ച് ഈ നോമ്പ് ഉപവാസം അനുഷ്ഠിക്കുന്ന സഹോദരങ്ങളോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദം പങ്കുവയ്ക്കുന്ന വലിയൊരു സമയമാണ് ഈ ഇഫ്താർ പാർട്ടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൂടിച്ചേരൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിന് എല്ലാവിധ നന്മകൾ നേരുന്നു, ആശംസകൾ നേരുന്നു. ഇത് സംഘടിപ്പിച്ചിട്ടുള്ള പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ, പ്രത്യേകിച്ച് ബാബു, രഞ്ജിത്ത്, ഇവരുടെ നേതൃത്വത്തിൽ വലിയ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും വേഗത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അർത്ഥവത്തായുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത് സമൂഹത്തിന് വലിയൊരു ശക്തിയാണ്, ആശ്വാസമാണെന്ന്, പ്രതീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വരാൻ പോകുന്ന റംദാൻ തിരുനാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട ശ്രീ ബാബു, ശ്രീ രഞ്ജിത്ത്, മറ്റു രീതിയിലെ നമസ്കാരം. ഇത് പ്രസ് ക്ലബിന്റെ 2ാമത്തെ ഇഫ്താർ സംഗമത്തിന് ഞാൻ പങ്കെടുക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമ്പരയിൽപ്പെട്ടൊരു സന്യാസിയാണ് ശ്രീരാമകൃഷ്ണദേവൻ. ശ്രീരാമകൃഷ്ണ ഭക്തന്മാർക്ക് ശ്രീരാമകൃഷ്ണദേവൻ ആധുനിക ലോകത്തിലെ അവതാര പുരുഷനാണ്. ശ്രീരാമകൃഷ്ണ ദേവന്റെ പ്രത്യേകത ഹിന്ദു മതത്തിലെ വിവിധ ആരാധനാ സമ്പ്രദായങ്ങളിലൂടെ കടന്നുപോയി പിന്നീട് ക്രിസ്തു മതത്തിലെ ആചാരങ്ങളും അതുപോലെ സൂഫിയിൽ നിന്നും ദീക്ഷ നേടി അങ്ങനെ എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക്, ഈശ്വരൻ എന്ന ഒരേ ലക്ഷ്യത്തിലേക്ക് ആണ് പോകുന്നത്, എത്തിച്ചേരുന്നത് എന്ന ഒരു മഹത്തായ സന്ദേശം ലോകത്തിന് കൊടുത്തുകൊണ്ട് സർവ മത സമന്വയത്തിന്റെ സന്ദേശമാണ് ശ്രീരാമകൃഷ്ണദേവൻ കൊടുത്തത്. ശ്രീരാമകൃഷ്ണൻ പറയും, ഒരു വീട്ടിൽ നമുക്ക് പല വഴികളിലൂടെ എത്തിച്ചേരാം. മുൻവശത്തേക്ക് കൊടുക്കും, സൈഡിലേക്ക് കൊടുക്കും, പുറമെ കൊടുക്കും.
അതുപോലെ മതങ്ങൾ മാർഗങ്ങളാണ്. എല്ലാ മതങ്ങളും എത്തിച്ചേർന്നത് ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ്. ഈശ്വര ദർശനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ഭഗവാൻ പറഞ്ഞു. അത് തന്നെയാണ് ക്രിസ്തുദേവൻ പറയുന്ന സ്വരരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഹിറാ ഗുഹയിൽ വെച്ചിട്ട് മുഹമ്മദ് നബിക്ക് കിട്ടിയ സന്ദേശവും ദൈവത്തിന്റെ വെളിപാടുകളും അങ്ങനെയാണ് ഖുർആൻ ഉണ്ടായത്. ഇവരുടെയൊക്കെ സന്ദേശങ്ങള് പ്രവാചകന്മാരുടെയും ക്രിസ്തുദേവന്റെയും അതുപോലെ കൃഷ്ണന്റെയും എല്ലാം ഒരേ ഒരു ലക്ഷ്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലാണ് ശ്രീരാമകൃഷ്ണൻ പറയും, ഈ ഉപദേശത്തിലൊക്കെ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ചൈതന്യ സ്വരൂപനാണ് ഈശ്വരൻ. ആ ഈശ്വര ചൈതന്യം ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലാണ്. അപ്പൊ മനുഷ്യനെ അവന്റെ ഭക്തി കൊണ്ടും സമൂഹത്തിലെ മറ്റുള്ള ജീവജാലങ്ങൾ ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവൃത്തികൾ കൊണ്ടും മനുഷ്യന് ദൈവത്തോളം ഉയരാൻ സാധിക്കും. അതുതന്നെയാണ് കർമ്മയോഗത്തിൽ വിവേകാനന്ദ സ്വാമിജി പറയുന്നത്, നല്ല കർമ്മങ്ങളോട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന നല്ല കർമ്മങ്ങളിലൂടെ മനുഷ്യനെ ദൈവമായി തീരാൻ സാധിക്കും. അത് തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ കുറേക്കാളും താഴാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്ത് ഭൂമിയിൽ ജീവിക്കാനാണ് എല്ലാ മതങ്ങളും പറയുന്നത്. ഈ ആചാര്യന്മാരൊക്കെ ഉപദേശത്തിലെ ആചാര്യന്മാർ പറയും, നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ ആനന്ദവും സന്തോഷം ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്കത് അറിയുന്നില്ല. ആ ശക്തിയെ അറിഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന് മഹത്വത്തിലേക്ക് ഉയരാൻ സാധിക്കും. ബുദ്ധൻ തന്നെ അദ്ദേഹം ഈ രാജകൊട്ടാരൊക്കെ ഉപേക്ഷിച്ചിട്ട് വനാന്തരങ്ങളിലെ തപസ് ചെയ്തിട്ട് അവസാനം അദ്ദേഹത്തിന് നിർവ്വാണം കിട്ടിയപ്പോൾ ബോധോദയം ഉണ്ടായപ്പോൾ ബുദ്ധന്റെ കഥ പറയുന്നത് അദ്ദേഹത്തിന് എത്രയോ ജന്മങ്ങൾ ഇങ്ങനെ ഈ ശിവനെ കാണാൻ സാധിച്ചു എന്ന് ബുദ്ധന്റെ കഥ പറയുന്നത്. അപ്പൊ മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾ കൊണ്ട് മനുഷ്യന് ദൈവത്തോട് വരാൻ സാധിക്കും. ഈ ഇഫ്താർ സന്ദേശവും അത് തന്നെയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ നന്മ ചെയ്യുക, അതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരത്തെ അറിയുക. കാരണം മനസ്സെന്ന് പറയുന്നത് ഒരു പൊടി പിടിച്ച കണ്ണാടി പോലെ. പൊടി പിടിച്ച കണ്ണാടിയിൽ നമ്മുടെ പ്രതിരൂപം തെളിയില്ല. പൊടി തുടച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ പ്രതിരൂപം തെളിയുന്നത്, അതുപോലെ നമ്മുടെ മനസ്സ് അനേക തരത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് മലിനപ്പെട്ടിരിക്കുകയാണ്. ഈ മനസ്സിന്റെ മാലിന്യം നീക്കാനാണ് വിവിധ മതങ്ങളിൽ, ഇസ്ലാം മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും വിവിധ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളും ഉപവാസങ്ങളൊക്കെ. ഇതിലൂടെ മനസ്സ് ശുദ്ധമായി തീരും. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാല് കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, സർവഭൂതാന മൈത്ര കരുണയെ വെച്ച ധർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സർവയോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യഹ മത്ഭക്ത സമയപ്രിയ. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെ നമ്മുടെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മളെ പോലെ ആരോടും ദേഷ്യമില്ലാതെ കാരുണ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. അതുപോലെ ഈശ്വരനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഈ ഇഫ്താർ വിരുന്നിന് എല്ലാവർക്കും ഈ പുണ്യ ദിവസങ്ങളിൽ ഇവിടെ കടന്നുപോകുന്ന ഈ ദിവസങ്ങളിലൂടെ എന്റെ ഈ പുണ്യം എല്ലാവർക്കും ഈശ്വരന്റെ സർവേശ്വരന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇവിടെ യഥാർത്ഥത്തിൽ തേടിയിരുന്നത് ഞങ്ങളുടെ ഗുരുവൈദ്യനായ മാമ്പിളി അവர்களായിരുന്നു. അദ്ദേഹത്തിന്റെ ശാരീരികവും ബുദ്ധിമുട്ടും കാരണമാണ് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിയാതിരുന്നത്. റമദാന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്നും നിങ്ങളോട് എനിക്ക് പറയേണ്ടതില്ല. നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള പല പരിപാടികളിലൊക്കെ പങ്കെടുത്ത ആളുകളായിരിക്കും. എന്നിരുന്നാലും റമദാൻ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആത്മനിയന്ത്രണം എന്നതിനെ കുറിച്ചാണ്. അഥവാ ഒരു മനുഷ്യൻ കേവലം പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ കേവലം പട്ടിണി കിടക്കൽ മാത്രമല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും അവന്റെ ജീവിതത്തിലുള്ള മനസ്സിനെ നിയന്ത്രിക്കുക എന്നുകൂടിയുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. റമദാൻ നമ്മെ പഠിപ്പിക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, റമദാൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആത്മനിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ.
അത്തരത്തിലുള്ള ഇതുപോലെയുള്ള നല്ല നല്ല പരിപാടികളിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ സാഹോദര്യവും മറ്റും ഊട്ടിയുറപ്പിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു മാസം വിശ്വാസികൾക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏവർക്കും നല്ലൊരു റമളാൻ മാസം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സ്വീകരിക്കുകയാണ്. നന്ദി, നമസ്കാരം. സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ തൃശ്ശൂർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചതിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കാൻ. കാരണം 30 ദിവസത്തെ കഠിനമായ നോമ്പാണ് മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരത്തരത്തിലുള്ള നോമ്പ് നോക്കി ഇരിക്കുന്നതിനോടൊപ്പം പ്രധാനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുന്നതിനോടൊപ്പം ഇവര് പ്രത്യേകമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റ് സഹജീവികളെ സഹായിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വിഭാഗമാണ് ഈ മുസ്ലിം സഹോദരങ്ങൾ. പട്ടിണി കിടക്കുന്ന ഒരാളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാളും ഈ പുണ്യമാസത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി എവിടെയൊക്കെയാണോ പ്രയാസങ്ങളുള്ളത് അവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഈ മുസ്ലിം സമുദായം ഏത് കാലത്തും മുൻപതിൽ തന്നെ. അതുപോലെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഒരുപക്ഷെ കേരളത്തിനപ്പുറത്തേക്കുള്ള പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ നമ്മൾക്ക് എല്ലാവർക്കും ജാതി മത ചിന്തകൾക്ക് അതീതമായി വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുപോലെ ചേർന്നിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് കിട്ടുന്ന മറുപടി. പക്ഷെ കേരളീയർ എന്ന് പറഞ്ഞാൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, അതുപോലെ തന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അവർ ഓരോ ഫംഗ്ഷന് നടക്കുമ്പോൾ നമ്മളെല്ലാവരും അതിൽ ചേർന്ന് നിന്നുകൊണ്ട് അതിനോട് സഹവർത്തിത്വം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ആളുകൾക്ക് മാത്രമാണ്, മുഴുവൻ മലയാളികൾക്ക് തൃശ്ശൂർ പൂരം ഒരു വികാരമാണ്. ഓണം എന്ന് പറയുന്നത് എല്ലാ മലയാളിക്കും ഒരു വികാരമാണ്. അതുപോലെ ക്രിസ്മസ് ആണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മുടെ ഉള്ളിൽ മാനവികത, മറ്റു മതങ്ങളെ അംഗീകരിക്കാൻ ഉള്ള ആ മനുഷ്യന്റെ മനസ്സിന്റെ തയ്യാറെടുപ്പ്, അതൊക്കെ തന്നെയാണ് ഇത് കാണിച്ചു തരുന്നത്. അതിന് ഉപയോഗമാകുന്ന രീതിയിൽ പ്രസ് ക്ലബ്ബ് ഇന്ന് അവരുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു പരിച്ഛേദം എന്നുള്ള രീതിയിൽ എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചുകൊണ്ട് മാനവ മൈത്രിയുടെ, സ്നേഹത്തിന്റെ, രക്തത്തിന്റെ ഈ വലിയ ചെറിയ പെരുന്നാൾ അത് നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാനുള്ള വലിയ പ്രചോദനമായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ ഈ പ്രസ് ക്ലബിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ചെറിയ പെരുന്നാളിന്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഫ്താർ സംഗമം 2026 അധ്യക്ഷത വഹിക്കുന്ന പ്രസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ ബാബു MP, സെക്രട്ടറി ശ്രീ രഞ്ജിത്ത് ബാലൻ, ഇവരുടെ സന്നിഹിതരായിരിക്കുന്ന ചെട്ടിയങ്ങാടി MIC പള്ളി ഇമാം ഹാഫിസ് സുൽഫീഖർ എന്നിവർ, ആശംസകൾ അർപ്പിച്ച ഫാദർ പോൾ പൂവത്തിങ്കൽ, ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭാവാനന്ദ, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിൽ വന്നതിന് ശേഷം ഞാൻ പങ്കെടുക്കുന്ന രണ്ടാമത്തെ ഇഫ്താർ സംഗമമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഞാൻ ടൂറിസം ഡയറക്ടർ ആയിരുന്നപ്പോ വിവിധ
ട്രേഡ് ഷോകളിലും B2B മീറ്റുകളിലും നടത്തുന്ന പ്രസന്റേഷൻസിൽ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. ആ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് പൂരങ്ങളുടെ പൂരമായിട്ടും അല്ലെങ്കിൽ ലോകം കാണുന്ന ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് മാത്രമല്ല, അതിൽ എത്തിച്ചേരുന്ന ആളുകളുടെ അല്ലെങ്കിൽ അത് നടത്തുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയെ കുറിച്ച് കൂടി സംസാരിക്കാറുണ്ട്. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ടവരുടെ ഉത്സവമായിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരം തൃശ്ശൂരില് ആചരിക്കുന്നത്. അതിന്റെ ഒരു പരിചയം തന്നെയാണ് പല ഭാഗങ്ങളിലായിട്ട് ഇപ്പൊ തൃശ്ശൂരിലെ തന്നെ ഇഫ്താർ സംഗമങ്ങൾ നടക്കുന്നത്. ഈ പുണ്യമാസത്തില് എനിക്ക് തോന്നുന്നു അന്നദാനമാണ് ദാനങ്ങളെ ഏറ്റവും മഹത്തായത്. അപ്പൊ ഈ ഇഫ്താർ സംഗമ രീതികളില് അല്ലെങ്കിൽ ഇഫ്താർ വിരുന്നുകളിലെല്ലാം പട്ടിണി കിടക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഭക്ഷണം കൊടുക്കുന്നത് ഈ ഒരു പുണ്യമാസത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അതിന് പല വിഭാഗങ്ങളിലും ഇഫ്താർ വിരുന്നുകൾ നടത്തുന്നു. പ്രസ് ക്ലബും ഇന്ന് ഇഫ്താർ വിരുന്ന് നടത്തുന്നതിന് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇപ്പോ ആത്മനിയന്ത്രണത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു. പലരും പല രീതിയിലാണ് ആത്മനിയന്ത്രണത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ട് ആത്മനിയന്ത്രണം നടത്താനായിട്ട് പരിശീലിച്ചിരുന്നു. പല സമയങ്ങളിലും അങ്ങനെയാണ്. അല്ലെങ്കിൽ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ചിട്ട, അത് അങ്ങനെ തന്നെ വേണം. പലതരത്തിലുള്ള ആത്മനിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും കൂടിയ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമേറിയ ഒരു ആത്മനിയന്ത്രണത്തിന്റെ ഒരു ഭാഗമാണ് ഈ റംസാന്റെ സമയത്ത് അവർ വരുന്ന നോയമ്പ് എന്ന് പറയുന്നത്. അപ്പോ എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കോളേജിൽ. അവരും ഈ നോയമ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ മാത്രം മാറിയിരിക്കുകയും അതിനുശേഷം പെരുന്നാളൊക്കെ കഴിയുമ്പോൾ കുറെ പത്തിരിയും അതുപോലെ ഇറച്ചിയൊക്കെ ആയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് അതൊരു പ്രത്യേകതയാണ്. അതായത് പെരുന്നാൾ കഴിഞ്ഞിട്ട് ക്ലാസ് റൂമിൽ എല്ലാവർക്കും വേണ്ടി ഭക്ഷണമായിട്ട് വരുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം എനിക്ക് തോന്നുന്നു നമുക്ക് പരസ്പരം മനുഷ്യനെ സ്നേഹിക്കാനും പരസ്പരം എല്ലാവർക്കും സഹജീവികൾക്ക് നന്മ ചെയ്യാനും കൂടി വിളിച്ചോതുന്ന ഒരു സന്ദർഭമാണിത്. അപ്പൊ അതിന് വേണ്ടി ഇന്ന് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പ്രസ് ക്ലബിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞാനിവിടെ തൃശ്ശൂർ ജില്ലയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 2ാമത്തെ ആഴ്ച തികയാൻ പോവുകയാണ്. എല്ലാവരുടെയും എല്ലാ പിന്തുണയും എനിക്ക് ഈ ജില്ലയിലെ പ്രവർത്തനങ്ങളിലേക്ക് അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ഈ ഇഫ്താർ സംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ബാബു, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ, പരിശുദ്ധ റംസാൻ ദിവസങ്ങളിൽ ആത്മശുദ്ധീകരണ ഉപവാസം നടക്കുന്ന മുസ്ലിം സഹോദരന്മാരോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ ഉള്ള അവസരം കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കാതിരിക്കുന്നത് ഒരു അപൂർവ സംഭവമല്ല നമ്മുടെ നാട്ടിൽ. എങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ടായിട്ട് അത് വേണ്ടെന്ന് വെക്കുക, ത്യജിക്കുക, അതിലൊരു ത്യാഗമുണ്ട്. ആ ഭക്ഷണത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ സൗകര്യങ്ങൾ കൂടി മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുകയും അവരോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ മുസ്ലിം സംഘടനകൾ അതിവിശിഷ്ടമായ കാര്യങ്ങളാണ് പാലിക്കുന്നത് എന്ന് ഒരുപാട് വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ ദിവസവും ഏതാണ്ട് ഇതുപോലുള്ള ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അധിക ദിവസം നീണ്ടു നിൽക്കില്ലല്ലോ, അത് തീരാറുള്ള സമയമായി. എന്തായാലും ഇന്ന് ഇവിടെ വരാനും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും ഈ പുണ്യകർമ്മത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാനുള്ള അവസരം ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി വിമലീകരിക്കപ്പെടുന്ന മനസ്സുകളുമായി നാം ഒത്തുചേരുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ പല സന്ദർഭങ്ങളിലും സങ്കുചിതമായ വ്യാഖ്യാനങ്ങൾ അവയ്ക്ക് വന്നു ചേരുമ്പോൾ പ്രയാസകരമായ സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇഫ്താർ വിരുന്നുകൾ മതേതര സംഗമങ്ങളായി ആചരിക്കപ്പെടുമ്പോൾ
അത് തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിൽ സവിശേഷമായ പ്രാധാന്യവും പ്രസക്തിയും ഉള്ളവയായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഈ വ്രതകാലം ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ വിപുലീകരിച്ചെടുക്കുന്നതിനുള്ള ഒരു സന്ദർഭം മാത്രമല്ല, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും മറ്റുള്ളവരോട് അനുതാപമുള്ള മനസ്സ് ഉറപ്പിച്ചെടുക്കാനും ഒക്കെ ഏറെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള മാനവികമായ മൂല്യങ്ങളുടെ തിരിച്ചുപിടിക്കൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സ്നേഹസംഗമങ്ങൾ. കേരളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ സ്നേഹോദാരമായ മതേതര സൗഹൃദങ്ങളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയുടെ ഘട്ടങ്ങളിൽ ജാതിയുടെയോ മതത്തിന്റെയോ അതിരുകൾ ഇല്ലാതെ നാം ചേർത്ത് പിടിച്ച എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടാകും. ആ മതേതര സൗഹൃദങ്ങൾ നൽകുന്ന ഇമ്പമേറിയ ബന്ധങ്ങളുടെ ദൃഢത തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഏറെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആദ്യത്തെ കൂട്ടുകാരി ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു. ജീവിതത്തിലുടനീളം മുസ്ലിം സുഹൃത്തുക്കളുടെ വലിയ ചങ്ങാത്തത്തിന്റെ ഒരു കുട എന്റെ തലയ്ക്ക് മുകളിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പത്തിരിയും ഇറച്ചിയുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷ്യവസ്തു. അതാണ് കേരളത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ആ പാരമ്പര്യം നിലനിർത്തി മുന്നോട്ട് പോകാനാകട്ടെ എന്നാണ് എനിക്ക് ഹൃദയംഗമമായിട്ട് ഈ സന്ദർഭത്തിൽ ആശംസിക്കാനുള്ളത്. ഉള്ളുപൊള്ളിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞു വെച്ചത്. എത്ര ദൃഢമായ സ്നേഹബന്ധമാണ് ഞങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത് എന്ന് ഏറെ പ്രിയത്തോടെ അനുസ്മരിക്കുകയാണ്. വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ പൊതുമണ്ഡലത്തെ തീണ്ടാതിരിക്കട്ടെ. കേരളം അത്തരത്തിലുള്ള വിഷലിപ്തമായ അന്തരീക്ഷത്തിലേക്ക് മാറാതിരിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ഇഫ്താർ സംഗമങ്ങൾ നമ്മളുടെ ഏറ്റവും സ്നേഹവും സൗഹൃദവും നിറഞ്ഞ സമ്മേളന വേദികളായി നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ശക്തിയോടെ ആശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സങ്കുചിതത്വത്തിന്റെ കിടസുകൾക്കുള്ളിലേക്ക് ഒതുങ്ങി പോകാതെ വിശാലമായ മാനവിക മൈത്രിയിലേക്കുള്ള ആഹ്വാനം കൂടിയായി നമ്മുടെ ഈ സ്നേഹ സംഗമം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, റംസാന്റെ ഈ പുണ്യമാസത്തില് നമ്മുടെ നാട്ടിലെമ്പാടും, നാട്ടിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഇതുപോലെയുള്ള ഇഫ്താർ വിരുന്നുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇന്നിവിടെ ടീച്ചറും കലക്ടറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ റമദാന്റെ ഏറ്റവും വലിയ സന്ദേശം മനസ്സിനെ വിപുലീകരിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യരെ ഒന്നിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു സന്ദേശം കൂടി ഈ റമദാന്റെ ഭാഗമായി നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ മതങ്ങൾക്കിടയിൽ കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നതിന് പകരം കൂടുതൽ അകൽച്ച ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രവണത വർദ്ധിച്ചു വരുന്ന ഘട്ടത്തില് മനുഷ്യരായിട്ട് നമ്മളെല്ലാവരും മതത്തിനതീതമായി ഒന്നിക്കാനുള്ള വേദികളായി ഓരോ മതങ്ങളുടെയും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് ലോകം മുഴുവൻ ഒരു യുദ്ധത്തിന്റെ രീതിയിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല എന്തിനാണ് യുദ്ധം എന്നുള്ളത്. ആ യുദ്ധം ഉണ്ടാക്കുന്ന കെടുതികൾ നമ്മുടെ വീടിന്റെ അടുപ്പിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ
നമ്മൾ യുദ്ധത്തിനെതിരായി സമരം ചെയ്യുമ്പോൾ ആളുകൾ ചോദിച്ചു, അവിടെ നടക്കുന്ന യുദ്ധത്തിന് നിങ്ങൾ എന്തിനാ ഇവിടെ സമരം നടത്തുന്നത്? അവിടെ നടക്കുന്ന യുദ്ധത്തിന്റെ കെടുതി ഇവിടുത്തെ അടുപ്പില് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യർക്കിടയിലുള്ള യുദ്ധമാണ്, മനുഷ്യരും ഈ രാജ്യങ്ങളും തമ്മിലാണ് യുദ്ധം. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കറിയില്ല. എല്ലാവരും മതങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. മതങ്ങളെ പറ്റിയും മതവിശ്വാസങ്ങളെ പറ്റിയും സംസാരിക്കുന്നവർക്കിടയിൽ മതസ്പർദ്ധയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മതേതരത്വത്തെ പറ്റി സംസാരിക്കുന്ന മതേതരമായ കൂട്ടായ്മകളും ഒത്തുചേരലുകളും ഇന്നത്തെ കാലത്ത് വളരെ വളരെ അനിവാര്യമാണ്. നമ്മുടെ പ്രസ് ക്ലബ്ബ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഒരു പൊതുസ്ഥാപനമാണ്. നമ്മുടെ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിന്റെ പൗരാവലിയെല്ലാം ഒന്നിച്ചിരുത്തി ഈ ഒരു റമദാൻ മാസത്തിൽ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രമല്ല, ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടി ഒത്തുചേരലിന്റെ ഒരു വേദിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയ, അല്ലെങ്കിൽ അതിന് അരക്കെട്ടുറപ്പിച്ച് അടിവരയിട്ട പ്രസ് ക്ലബിനോടുള്ള പ്രത്യേകമായ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പറയുന്നു. റമദാന്റെ ഈ പുണ്യമാസത്തെ മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല, ദൈവമുണ്ടോ എന്ന് സന്ധിക്കുന്ന സന്ദേഹവാദികൾക്കും മതമില്ല എന്ന് വിശ്വസിക്കുന്നവർക്കും ഈ ത്യാഗം പലപ്പോഴും ഉണ്ട് എന്ന് ആവർത്തിക്കുന്ന തരത്തിലാണ് ഈ മതങ്ങൾ ഈ റമദാൻ മാസത്തിൽ മനുഷ്യത്വത്തെ കൂട്ടിയിണക്കുന്ന ഒരു വലിയ കണ്ണിയായി ഇത്തരം റമദാന്റെ ത്യാഗപൂർണമായ ദിനങ്ങൾ വന്നു പോകുമ്പോൾ തീർച്ചയായും മനുഷ്യത്വത്തെ ഉറപ്പിക്കുകയാണ് ഇത്തരം മാസത്തെ ത്യാഗപൂർണമായ പ്രവർത്തനം എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ മാസത്തിന് പ്രത്യേകത. അതുകൊണ്ട് നേരത്തെ സുനിലേട്ടൻ പറഞ്ഞ പോലെ യുദ്ധമാണ് എല്ലാ സ്ഥലത്തും. ആ യുദ്ധത്തിന്റെ ഒരു വലിയ പശ്ചാത്തലത്തിലും മനുഷ്യനെ ശാന്തമായി നിർത്താൻ കഴിയുന്ന ഒരു മാസമായി ഇത് മാറട്ടെ. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വെറുപ്പിനെ മാറ്റാൻ ഈ കൂട്ടായ്മകൾ നടക്കട്ടെ. കൂട്ടായ്മകൾ ലോകം മുഴുവൻ പടരേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഈ റമദാന്റെ കാലഘട്ടം. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വെറുപ്പ് മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു മരുന്നേ ഉള്ളൂ, അത് ഈ പറയുന്ന കൂട്ടായ്മകളാണ്. ആ കൂട്ടായ്മകൾ ഇനിയും വളരട്ടെ എന്ന് നേതൃത്വം കൊടുക്കാൻ പ്രസ് ക്ലബ് എടുത്ത വലിയ ഇനീഷ്യേറ്റീവിനെ ഒരിക്കൽ കൂടി വിവാദം ചെയ്തു തുടങ്ങി. നമസ്കാരം. എല്ലാ വർഷവും വെറുതെ നടത്തി വരാറുള്ള ഇഫ്താർ പ്രസ് ക്ലബിൽ സംഗമിച്ചിരിക്കുകയാണ്. എനിക്കറിയാം, ഇഫ്താർ എന്ന് പറയുമ്പോൾ ഒരുപാട് ത്യാഗത്തിന്റെയും അതുപോലെ തന്നെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു കൂട്ടായ്മ കൂടിയാണ്. ഈ ഒരു നോമ്പുകാലം എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ആ ഒരു വ്രതം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു റമദാൻ നല്ലൊരു റമദാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മന്ത്രി, ബിന്ദു മിനിസ്റ്റർ, ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വാസർ പോളോ, അതുപോലെ സത്വാനന്ദി തുടങ്ങിയ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാൻ ഇതിന്റെ തൊട്ടടുത്തുള്ള അയൽവാസിയാണ്. അപ്പോ ഇന്ന് ഇഫ്താർ സംഗമം ഇവിടെയുണ്ട്, താങ്കൾ വരണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എൻ്റെ അയൽപ്പക്കത്ത് ഒരു നല്ല കാര്യം നടത്താനായിട്ട് പ്രസ് ക്ലബിലെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഈ റമദാൻ മാസം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും സഹോദരികൾക്കും അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, യോഗത്തിന്റെ അധ്യക്ഷനായ ബാബുക്ക്, പ്രിയപ്പെട്ട ബിന്ദു മിനിസ്റ്റർ, പ്രിയപ്പെട്ട മേരി തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, എല്ലാവർക്കും റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ വാക്കുകളും ആ വാക്കുകൾക്ക്
നിത്യവും മധുരം കൂടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും കേരള സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ആശംസകൾ.